കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ആപ്പിൾ യൂസേഴ്സിനെയും അതേപോലെ തന്നെ ഗാലക്സി ഫോൺ പ്രേമികളെയും സന്തോഷിപ്പിക്കുന്ന രണ്ടിനെയും കണക്ട് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ന്യൂസ് വേറൊന്നുമല്ല, ഐഫോണിൻ്റെ ആൾക്കാർ ഒന്ന് സൂക്ഷിക്കാനും, രണ്ടാമത്തത് ഐഫോൺ 10 കടത്തി വെക്കുന്ന ഒരു ഫോണുമായിട്ട് സാംസങ് ഗാലക്സി S9 ഫോണുമായിട്ട് നമ്മുടെ കമ്പനി വരാൻ വേണ്ടി പോകണം. ഈ രണ്ട് കാര്യങ്ങളും പറയാനാണ്. ആദ്യത്തെ കാര്യം, ഐഫോണിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഫോണിൽ നിന്ന് അല്ല നിങ്ങൾക്ക് പരിചയമില്ലാത്ത ചില നമ്പേഴ്സിൽ നിന്ന് മെസ്സേജസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മെസ്സേജസ് വരുമ്പോൾ അത്യാവശ്യമുള്ള മെസ്സേജ് അല്ലെങ്കിൽ പ്ലീസ് ഡോണ്ട് ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കമ്പനി ഒരു ന്യൂസ് വിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു മെസ്സേജ് വരികയാണെങ്കിൽ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസസ് അല്ലാണ്ട് വേറെ ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും കോൺവെർസേഷൻ അല്ലാതെ വരുന്ന ന്യൂസസ്, ലിങ്ക്സ് അങ്ങനത്തെ ഒന്നും പ്ലീസ് ഡോണ്ട് ഓപ്പൺ. അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് വന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത് ഐഫോണിനെ നശിപ്പിക്കുന്ന ഒരു സ്പാമാണ് അല്ലെങ്കിൽ ഒരു വൈറസാണ്. അത് നിങ്ങളുടെ ഫോണിനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് തകരാറിലാക്കും എന്നുള്ളൊരു ന്യൂസ് ഇപ്പോൾ കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട്. നീളമുള്ള ടാഗിലെ ഓപ്പൺ ഗ്രാഫ് പേജ് ഓപ്പൺ ചെയ്യുന്നതോടെ ഡിവൈസ് പണി മുടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാക് കമ്പ്യൂട്ടേഴ്സിനെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. iOSന്റെ പാളിച്ചയാണ് ഈ ഒരു വൈറസ് അറ്റാക്ക് ചെയ്യാനുള്ള പ്രധാന കാരണം. ഇനി പറയാൻ പോണത് ഐഫോൺ 10 കടത്തി വെട്ടുന്ന ഒരു ഫോണുമായിട്ട് സാംസങ് ഗാലക്സി വരികയാണ്. സാംസങ് ഗാലക്സി 9 ആൻഡ് 9+. അപ്പോൾ ഈ രണ്ട് ഫോൺസിൻ്റെയും ഫീച്ചേഴ്സ് ഏകദേശം സിമിലർ തന്നെയാണ്. 2017 റിലീസായിട്ടുള്ള S8ൻ്റെ തന്നെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ തന്നെ അല്ലെങ്കിൽ ആ ഒരു മോഡലിൽ തന്നെയാണ് കമ്പനി S9 എത്തിക്കുന്നത് എന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ പുറത്ത് വരുന്ന ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാം ഐഫോൺ 10 പോലെ തന്നെ ബെസൽ സൈസ് വളരെ കുറവായിട്ടുള്ളൊരു ഫോണാണ്. ഗാലക്സി S9 5.8 ഇഞ്ചാണ് ഡിസ്പ്ലേ ഉള്ളത്. ഗാലക്സി S9+ന് 6.2 ഇഞ്ചാണ് സ്ക്രീൻ സൈസ്. ഇപ്പോൾ പുറത്ത് വരുന്ന ഫോട്ടോസ് അനുസരിച്ചിട്ട് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഫ്രണ്ടിലല്ല വരുന്നത്, പക്ഷേ പുറകിൽ വരാനാണ് സാധ്യത, ലൈക്ക് മുന്നത്തെ മോഡൽസ് പോലെ തന്നെ. പിന്നെ ബാക്ക് ക്യാം ഡ്യുവൽ ക്യാമാണ്. അതേപോലെ തന്നെ പെർ സെക്കൻഡ് 1000 ഫ്രെയിംസിലുള്ള ഫോട്ടോസ് ഒറ്റ ക്ലിക്കിൽ എടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളൊരു സ്പെഷ്യാലിറ്റി കൂടി ഈ വരുന്ന ഫോണിനുണ്ടത്രേ. പിന്നെ നമ്മളെല്ലാവരും ആഘോഷിച്ച ന്യൂസാണ് ആപ്പിൾ 10 ഫേസ് റെക്കഗ്നിഷൻ എന്നുള്ളൊരു ഫീച്ചർ ഉണ്ട്. നമ്മുടെ ഫേസ് കണ്ടാൽ ആരാണ് അത് നോക്കി ഫോൺ ഐഡൻറ്റിഫൈ ചെയ്യും. ഓണേഴ്സിൻ്റെ ആണെങ്കിലേ ഓപ്പൺ ആവുള്ളൂ. ഫേസ് ID, ഫേസ് ലോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ഫേസ് റെക്കഗ്നിഷൻ ഫീച്ചർ നമ്മളെല്ലാവരും ആഘോഷമാക്കിയതാണ്. ഈ ഫീച്ചേഴ്സ് ഈ S9ലും വരും എന്നുള്ളൊരു ന്യൂസാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. അപ്പം പല തരത്തിലും നമ്മൾ കമ്പയർ ചെയ്യുമ്പം ആപ്പിൾ 10 കടത്തി വെട്ടുന്ന ഫീച്ചേഴ്സ് തന്നെയാണ് സാംസങ് ഈ പുതിയ ഫോണിൽ കൊണ്ടുവരിക. ഗാലക്സി S9 ശക്തി പകരാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് യൂസ് ചെയ്യുന്നത് സാംസങ്ങിൻ്റെ തന്നെ ന്യൂറൽ എഞ്ചിനായിരിക്കും. മോഡുലാർ ഡിസൈനാണ് ഫോണിനുള്ളത്. സൂം ലെൻസ് അടക്കമുള്ള ആക്സസറീസ് ഫോണുമായിട്ട് ബന്ധിപ്പിക്കാം. 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഫോണിലുണ്ടായിരുന്നു. സാംസങ് ഇപ്പോഴാണ് മടക്കുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫോണിന് വേണ്ടിയിട്ടുള്ള പേറ്റന്റ് അപേക്ഷിച്ചിട്ടുള്ളത്. ആ ഒരു ന്യൂസിനൊപ്പമാണ് ഇപ്പം ഈ S9+ൽ വരുന്ന ഫീച്ചേഴ്സിനെ കുറിച്ചുള്ള ന്യൂസസ് വരുന്നത്. അതുകൊണ്ട് ഇതുവരെ കമ്പനിയൊന്നും കൺഫേം ചെയ്തിട്ടില്ല. എങ്കിലും ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഒരു തകർപ്പൻ ഫോണുമായിട്ട് തന്നെ ഗാലക്സി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.